ഹായ്, ഹെൽത്ത് ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികൾ മാതാപിതാക്കളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അവരിൽ ഉണ്ടാകുന്ന അസുഖം മാതാപിതാക്കളുടെ മാനസികാവസ്ഥ തകർക്കുന്നതുമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസ് അഥവാ തക്കാളിപ്പനി പലരിലും പല മാതാപിതാക്കളിലും മാനസികാവസ്ഥ തകർക്കുന്ന ഒന്നാണ്. ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിനായി കൊല്ലത്തെ മീയണ്ണൂരുള്ള അസീസിയ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സൂപ്രണ്ടും ഫോമർ SIT മെഡിക്കൽ സൂപ്രണ്ടും പ്രൊഫസറും പീഡിയാട്രിക് HODയുമായ ഡോക്ടർ സന്തോഷ് കുമാർ സാറാണ്. ഹെൽത്ത് ഇൻസൈറ്റിലേക്ക് സ്വാഗതം സാർ. സാർ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസാണ്. ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസിനെ പറ്റി പലർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഇതൊരു മാരകമായ അസുഖമാണോ? ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസ് വന്ന ഈ ചിക്കൻ ബോക്സിൻ്റെ പോലുള്ള ചെറിയ തടുപ്പുകളൊക്കെയാണ് കാണുന്നത്. അപ്പം ഇത് ചിക്കൻ ബോക്സ് തന്നെയാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും മറ്റുള്ളവരിലുണ്ട്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസ് അഥവാ തക്കാളിപ്പനി എന്ന് പറയുന്നത്? ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ വായയ്ക്കകം ഇവിടങ്ങളിലും എല്ലാം അൾസർ, അതായത് പുണ്ണുകൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് ബേസിക്കലി ഒരു വൈറസ് കൊണ്ടുണ്ടാകുന്നതാണ്. ഈ വൈറസ് എൻഡറോ വൈറസ് എന്ന് പറയും. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിലാണ് ഈ വൈറസിൻ്റെ താമസം. അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ കൂടെയോ നമ്മുടെ മലത്തിൽ കൂടെയോ ഇത് പകരാം. അതായത് നമ്മുടെ തുപ്പലിൽ കൂടെ, നമ്മുടെ വിസർജ്യത്തിൽ കൂടെ ഒക്കെ പകരാം. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ ഈ തക്കാളിപ്പനി എന്ന് പറയുന്ന സംഭവം. ഇത് ഈ പറയുന്ന മാതിരി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമല്ല. കാരണം ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ ചെറിയ ചെറിയ പൊള്ളിപ്പ് ഉണ്ടാകുന്ന സ്ഥലം കുറച്ച് വേദനയുണ്ടാവും. പിന്നെ ഈ പൊള്ളിപ്പുണ്ടാകുമ്പോൾ ഈ തൊലി ഒന്ന് പൊങ്ങി വരുന്നതിൻ്റേതായ ചൊറിച്ചിലുണ്ടാവും. പിന്നെ വായ്ക്കകത്ത് പൊള്ളിപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എരിവ് കഴിക്കുക, ചൂട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഈ പൊള്ളിപ്പെല്ലാം ഭേദമാകുമ്പോൾ അവിടെ ഒരു തഴമ്പ് പോലും കാണില്ല. ആ രീതിയിലാണിത് ഭേദമാകുന്നത്. പിന്നെ ഈ ചോദിച്ച ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സും ഇതും രണ്ടും രണ്ട് വൈറസുകളാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു തരം വൈറസാണ്. ചിക്കൻ ബോക്സ് ഇങ്ങനെയല്ല. ചിക്കൻ ബോക്സിൽ ഈ കയ്യിലും കാലിൻ്റെ ഉള്ളിലും, കയ്യിൻ്റെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലും ചിക്കൻ ബോക്സിൽ കുമിളകൾ വരാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ്. അതുമാത്രമല്ല, ചിക്കൻ ബോക്സിൽ ഈ കുമിളകൾ ഇങ്ങനെ ഓരോ ക്രോപ്സ് ആയിട്ടാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് വരിക. ഇതിൽ അത്രയധികം കുമിളകൾ വരാറില്ല. ഈ കുമിള വരുന്നതിന് മുമ്പ് ആ തൊലിപ്പുറത്ത് ഒരു ചെറിയ ഒരു ചുമന്ന കട്ടി പോലെ കാണും. കട്ടിയല്ല, ഒരു ചുമന്ന പാട്. ആ പാട് കുറച്ച് കഴിയുമ്പോൾ കുമിളയായിട്ട് വരും, അത് പൊട്ടും. അങ്ങനെയാണ് ഈ ടൊമാറ്റോ പനി എന്ന് പറയുന്ന പനിയിൽ വരുന്നത്. സാർ, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് എന്തൊക്കെ തരത്തിലുള്ള ആഹാരങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൈറസ് പനിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ വൈറസ് പനിക്ക് വരുന്ന ലക്ഷണങ്ങളാണ് കാണുക. തലവേദന, വിശപ്പില്ലായ്മ, പനി. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലിൻ്റെ ഉള്ളിൽ, കയ്യിൻ്റെ ഉള്ളിലെല്ലാം ചെറിയ പാടുകൾ, അത് ചെറിയ മങ്ങിയ പാടുകളായിട്ടോ ചെറിയ ചുമന്ന പാടുകളായിട്ടോ കാണും. അടുത്ത ദിവസം ആകുമ്പോൾ അതൊരു കുമിള പോലെ പൊങ്ങുന്നതായിട്ട് കാണാം. വായ്ക്കകത്താകുമ്പോൾ ഈ കുമിള പോലെ പൊങ്ങിയാലും അത് കുമിളയായിട്ടിരിക്കില്ല, അതെന്തായാലും പൊട്ടും. അപ്പോൾ അതൊരു വായ്പുണ്ണ് പോലെ ഇരിക്കും. വായ്പുണ്ണിന് നമുക്ക് സാധാരണ വായ്പുണ്ണിന് വരുന്ന പോലെ വേദനയുണ്ടാവും. അതാണ് ഇതിലെ മെയിൻ പ്രശ്നം തന്നെ. സാധാരണ ഈ അസുഖം വന്നാൽ എത്ര ദിവസത്തിനകമാണ് ഈ അസുഖം റിസോൾവ് ആവാൻ എടുക്കുന്നത്? ഇത് ഭേദമാകാൻ സാധാരണ ഒരാഴ്ച മുതൽ 10 ദിവസം വരെയാണ് എടുക്കുക. പിന്നെ അതിനോട് അനുബന്ധിച്ച് വേറൊരു ചോദ്യം സാധാരണ വരുന്നത്, ഇപ്പോൾ ഒരാളിന് ഈ അസുഖമുണ്ടെങ്കിൽ, തക്കാളിപ്പനി ഉണ്ടെങ്കിൽ, ആ ആളുമായിട്ട് സമ്പർക്കം പുലർത്തിയാൽ എത്ര ദിവസത്തിനകം നമുക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. അത് സാധാരണ 3 മുതൽ 7 ദിവസം വരെ സാധ്യതയുണ്ട്. സാർ, ഇത് സ്വന്തമായി സെൽഫ് ട്രീറ്റബിൾ ആണോ? ഇതെങ്ങനെയാണ് പകരുന്നത്? ഈ അസുഖം ഒരു കുട്ടിയിൽ നിന്ന് വേറെ കുട്ടിയിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? ഇത് തന്നെത്താനെ ചികിത്സിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. തന്നെത്താനെയുള്ള ചികിത്സ എല്ലായ്പ്പോഴും നമ്മൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം. നമ്മൾ ഒരു
ആരോഗ്യ സ്ഥാപനത്തെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇത് തക്കാളിപ്പനി തന്നെയാണ് എന്ന് തീർച്ചയാക്കുക. തക്കാളിപ്പനി തന്നെയാണെങ്കിൽ പിന്നെ അതിന് നമുക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം 2 കാര്യങ്ങളാണ് നമുക്ക് പേടി. ഈ സ്മോൾ പോക്സ് വരുമ്പോൾ തഴമ്പ് വരുമോ? ഇല്ല. ഇത് കാരണം നമുക്ക് എന്തെങ്കിലും വലിയ കോംപ്ലിക്കേഷൻസ് വരുമോ? ഇല്ല. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ വെച്ച് ചികിത്സിക്കാവുന്നതാണ്. ചികിത്സിക്കാവുന്നത് വെച്ച് കഴിഞ്ഞാൽ പനിക്ക് പാരസെറ്റമോൾ കൊടുക്കാം, ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിലിനുള്ള മരുന്ന് കൊടുക്കാം. ഈ വായ വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മരവിക്കാനായിട്ട് അവിടെ ഒരു മരുന്ന് പുരട്ടാം. എന്നിട്ട് സാധാരണ ഉള്ള നമുക്ക് എരിവും ചൂടുമൊന്നും അല്ലാത്ത ആഹാര സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാം. സാർ, അടുത്ത സംശയം എന്ന് പറയുന്നത്, ഇത് സാധാരണ പിള്ളേരിൽ കാണുന്നു എന്ന് സാർ നേരത്തെ പറഞ്ഞു. ഇത് കുട്ടികളിൽ മാത്രമേ കാണുകയുള്ളൂ, പ്രായമായവരിലേക്ക് ഇത് പകരാറില്ലേ? ഉള്ളവരിൽ എന്തുകൊണ്ടാണിത് കാണാത്തത്? എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? കാരണം കുഞ്ഞുങ്ങൾ മാത്രമാണ് ഈ തക്കാളി പനി അഥവാ ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസ് എന്ന് ഇതിന് കൂടുതലും വന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാം. പ്രായമായവരിൽ ഇത് കാണാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. കുട്ടികളിൽ, പ്രത്യേകിച്ചും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് മുതിർന്നവരെ അപേക്ഷിച്ച് കുറച്ച് പ്രതിരോധ ശക്തി കുറവാണ്. മുതിർന്നവർക്ക് പണ്ടെപ്പോഴോ ഒക്കെ ഈ അസുഖവുമായിട്ട് സമ്പർക്കമുണ്ടായിട്ട് അവർക്ക് ഇതിന് ഒരു പ്രതിരോധ ശക്തി ഉണ്ട്. അതുകൊണ്ട് മുതിർന്നവർക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും ഈ അസുഖമുള്ള കുട്ടികളുമായിട്ട് ഗർഭിണികൾ കാര്യമായ സമ്പർക്കം പുലർത്തണ്ട. അവർക്ക് അസുഖം വരാൻ സാധ്യത കുറവ് തന്നെയാണ്. ഗർഭിണികളും മുതിർന്നവരായതുകൊണ്ട് അസുഖം വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഏതെങ്കിലും അപൂർവ കാരണത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു പേടി നമുക്കുണ്ടാവാം. അതുകൊണ്ട് ആ ഒരു സമ്പർക്കം ഒഴിവാക്കണം. സാർ, അടുത്തായി ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ പല അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യുന്നതിന് എക്സ്റേ എടുക്കും, ECG എടുക്കും, നമ്മൾ അല്ലെങ്കിൽ MRI ചെയ്യും, CT ചെയ്യും, ഇങ്ങനെ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് അനുബന്ധമായ ലാബ് ടെസ്റ്റുകളുണ്ട്. പക്ഷേ ഇതിന് ഏത് ലാബ് ടെസ്റ്റ് മുഖാന്തരമാണ് നമ്മൾ ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഇതിന് രോഗനിർണയത്തിനായിട്ട് പ്രത്യേകിച്ച് ലാബ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഈ വൈറസിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ, മറ്റ് അസുഖങ്ങൾക്ക് ഈ രോഗലക്ഷണങ്ങൾ വരാറില്ല. ഈ രോഗലക്ഷണങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എത്ര ദിവസം ഈ അസുഖം വന്ന ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവണം? എത്ര ദിവസത്തിനുള്ളിലാണ് അവർക്ക്, അഥവാ അവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവണോ അഥവാ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം? എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കണം എന്നാണ് ചോദ്യം. ആശുപത്രിയിൽ കിടക്കണം എന്ന് തന്നെ ഇല്ല, പക്ഷേ ചിലപ്പോൾ കിടക്കേണ്ടി വരും. ഉദാഹരണം, കുട്ടി വായ നീറ്റൽ കാരണം ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിർജ്ജലീകരണം വരും, ക്ഷീണിച്ചു പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ട്രിപ്പ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആശുപത്രി കിടക്കണം. അപ്പോൾ കുട്ടി സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്നത് വരെ ആശുപത്രിയിൽ നമുക്ക് ചിലപ്പോൾ കിടക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ സാധാരണഗതിയിൽ ആഹാരം കഴിക്കണമെങ്കിൽ കുട്ടി കഴിക്കാൻ സാധ്യതയുള്ള ആഹാരം നമ്മൾ കൊടുക്കണം. അതായത് എരിവ് പാടില്ല, ചൂട് പാടില്ല, തണുത്ത, ഇപ്പോൾ ഉദാഹരണം ഒരു ഐസ്ക്രീം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന കട്ടിയ ആഹാരങ്ങൾ പാലിൽ കലക്കി, ഇതൊക്കെ തണുത്ത വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സുഖമായിട്ട് കഴിച്ചോളും, വേദനയും ഉണ്ടാവില്ല. അപ്പോൾ ആശുപത്രി കിടക്കുന്നോ വേണ്ടയോ എന്നുള്ള തീരുമാനം കുട്ടി ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. പിന്നെ വളരെ അപൂർവമായിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആശുപത്രി കിടക്കണം. ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിയുന്നതും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വളരെ 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 അപൂർവമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റോഡിലിറങ്ങിയാൽ വണ്ടി ഇടിക്കുമോ എന്ന് ചോദിച്ചാൽ ഇടിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ മിക്കവാറും ഇടിക്കില്ല. അതേമാതിരിയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, വളരെ അപൂർവമാണ്. കോംപ്ലിക്കേഷൻ സാധാരണ ഉള്ളത് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒന്നും കഴിക്കാതെ നിർജ്ജലീകരണം വരിക, അതാണ് സാധാരണ വരുന്നത്. അപൂർവമായിട്ട് നമ്മുടെ തലച്ചോറിനെയൊക്കെ ബാധിച്ചിട്ട് ബ്രെയിൻ ഫീവർ പോലെ തലച്ചോറിനെ ബാധിക്കുന്ന പനിയൊക്കെ വരാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യപൂർവമാണ്. ഇത് വെറുതെ നമ്മൾ ഗൂഗിളൊക്കെ വായിച്ച് കണ്ടുപിടിക്കുന്നതല്ലാതെ നമ്മളൊന്നും സാധാരണ കാണുന്നതല്ല. സാർ, കുഞ്ഞുങ്ങളെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ഇവരെ സ്കൂളിൽ വിടാൻ പറ്റും? സാധാരണ ഈ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, ഇവർ നഴ്സറിയിലൊക്കെ പഠിക്കുന്നതായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ വന്നാൽ അവരെ വിടാൻ പറ്റുമോ? സ്കൂളിൽ എപ്പോൾ വിടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ സാധാരണ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 7 മുതൽ 10 ദിവസം വരെയാണ്. അപ്പോൾ ഇതിനകം സ്കൂളിൽ വിടരുത്. എന്തുകൊണ്ട് വിടരുത്? ഈ കുട്ടിക്ക് കുഴപ്പമുള്ളത് കൊണ്ടല്ല, ഈ കുട്ടി അടുത്ത ആളിന് അസുഖം കൊടുക്കും. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മളായിട്ട് വേറെ ആൾക്കാർക്ക് അസുഖം കൊടുക്കുന്നത്?
കാരണം ഈ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി പനിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതുപോലെ പകരില്ല, ഇതുപോലെ നഴ്സറിയിൽ ഇങ്ങനെ 10, 30, 40 കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഒരാളിന് വരും എന്നുള്ളതല്ലാതെ ഇങ്ങനെ പടരില്ല. അപ്പോൾ ഇപ്പോൾ പടരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ കഴിയുന്നതും അസുഖത്തിൻ്റെ ആദ്യത്തെ ഒരു 7 മുതൽ 10 ദിവസം വരെ സ്കൂളിൽ വിടാതിരിക്കുകയാണ് നല്ലത്. ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കയ്യിലും കാലിലും ഒക്കെയാണ് കാണുന്നത്, വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുമോ? എന്തുകൊണ്ടാണ് ഇതിനെ ഹാൻഡ്സ് ആൻഡ് ഫുഡ് ഡിസീസ് എന്ന് പറയുന്നത്? ഇതിനെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയാൻ കാരണം അവിടെ 3 ഇടമാണ് കൃത്യമായിട്ടും അസുഖം, അതായത് ഈ വ്രണങ്ങൾ വരുന്നത്, അതായത് കുമിളകൾ വരുന്നത്. വേറെ ഒരു അസുഖത്തിന് ഈ 3 സ്ഥലത്തും ഒരുമിച്ച് കുമിള വരാറില്ല. അതുകൊണ്ടാണ് ഇതിനെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളിടത്ത് വരാമോ എന്ന് ചോദിച്ചാൽ വരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൈയിൻ്റെ ഈ ഭാഗത്ത് വരാം, കാലിൻ്റെ മുട്ടിൽ വരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് 2 തരം വൈറസ്, 2ൽ കൂടുതൽ തരം വൈറസ് കൊണ്ട് വരാം. പ്രധാനമായി 2 തരം വൈറസ് കൊണ്ട് വരാം. അതിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ്. പിന്നെ അതുകൂടാതെ ഒരു വൈറസ് കൊണ്ടും വരാം. അതായത് 2ഉം നമ്മൾ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. ഒന്നിനെ കോക്സാക്കി എന്ന് പറയും, മറ്റത് ഒരു എൻട്രോ വൈറസ്, വേറൊരു നമ്പറുള്ള ഒരു എൻട്രോ വൈറസ് എന്നും പറയും. ഇത് 2നും രോഗലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ്, ഏതാണ്ട് ഒന്ന് തന്നെയാണ്. സാർ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇത് വൈറസ് മുഖാന്തരമാണ് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും വരാനുള്ള ചാൻസ് ഇല്ലേ? ഇത് വീണ്ടും വരുമോ എന്നുള്ളതും കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഒരിക്കൽ വന്നാൽ വീണ്ടും വരുമോ എന്നാണ് ചോദ്യം. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം നമുക്കറിയാം വൈറസുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഈ അസുഖവും വീണ്ടും വരാം. അതിന് ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വൈറസ് കൊണ്ട് മാത്രമല്ല ഇത് വരുന്നത്. പിന്നെ സാർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്ര നാളാണ്? കാരണം എങ്ങനെയാണ് ഇൻക്യുബേഷൻ പീരീഡ്? ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിന് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരും? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖവുമായിട്ടൊരു സമ്പർക്കം വന്നു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ നമുക്ക് അസുഖം വരും എന്നാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ 3 ദിവസം മുതൽ ഒരാഴ്ച വരെയാണ്. പിന്നെ ഇത് എത്ര നാൾ പകരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു ഒരാഴ്ച മുതൽ 10 ദിവസം വരെ ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. സാർ ഒരിക്കൽ ഈ അസുഖം വന്ന ആൾക്ക്, ഇപ്പം നമ്മൾ കോവിഡ് വന്ന ശേഷം കോവിഡിന് കുറേ പോസ്റ്റ് കെയർ ഒക്കെ പറഞ്ഞു, കോവിഡ് വന്ന ആൾ ഒരു 3 മാസം റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടു. അത് നമ്മളിപ്പം അനുഭവസ്ഥരും കൂടെയാണ്. അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അവർക്ക് എന്ത് പോസ്റ്റ് കെയർ ആണ് കൊടുക്കേണ്ടത്? ഈ അസുഖം വന്നു കഴിഞ്ഞിട്ട് അസുഖബാധ കഴിഞ്ഞ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ വ്രണങ്ങൾ ഭേദമായി കഴിഞ്ഞാൽ അവിടെ യാതൊരു പാടും വരില്ല. പിന്നെ ഈ അസുഖം കൊണ്ട് കോംപ്ലിക്കേഷൻ അത്യപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസുഖം ഭേദമായി കഴിഞ്ഞാൽ സാധാരണ പോലെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ആകാം. ഈ കൊറോണ പോലെ കൊറോണ കഴിഞ്ഞിട്ട് പോസ്റ്റ് കൊറോണ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഹാൻഡ് ഫുഡ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരാറില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അത്യപൂർവമായ കോംപ്ലിക്കേഷൻ, അതിനെപ്പറ്റി നമ്മളിപ്പോൾ ആലോചിക്കേണ്ട, അത് അത്യപൂർവമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനിയും പുതിയ എപ്പിസോഡുമായി വീണ്ടും എത്തും. ടിൽ ദെൻ ബൈ.